വർഷം 2000. പണ്ട് സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന ഇന്നത്തെ കിർഗിസ്ഥാനിലെ മലയോര പ്രദേശമായ ഇസിക്കോളിൽ ഒരു കിക്ക് ബോക്സ് മത്സരം നടക്കുകയാണ്. ഒരു കോർണറിൽ നിൽക്കുന്നത് തൻ്റെ 12 വയസ്സുള്ള സ്റ്റുഡൻറ്റിന് നിർദ്ദേശങ്ങൾ നൽകുന്ന പവൽ ഫെഡറ്റോവ് ആണ്. 12 വയസ്സുള്ള ആ പെൺകുട്ടിക്കെതിരെ ഫൈറ്റ് ചെയ്യുന്നതാകട്ടെ 22 വയസ്സുള്ള ഒരു ഫൈറ്ററും. കുറച്ചു നേരം നീണ്ടു നിന്ന ആ മത്സരം വൈകാതെ അവസാനിച്ചു. 12 വയസ്സുള്ള ആ പെൺകുട്ടി തൻ്റെ ഒപ്പോണന്റിനെ നോക്കൗട്ട് ചെയ്തിരിക്കുകയാണ്. സന്തോഷഭരിതനായ പവൽ തൻ്റെ സ്റ്റുഡൻറ്റിന് അവളുടെ സ്പീഡും നോക്കൗട്ടും കണ്ട് ഒരു പേര് നൽകി, ബുള്ളറ്റ്. 1988 സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന ഫ്രുൻസോ എന്ന സ്ഥലത്താണ് വാലന്റിനോ ഷെവ്ചെങ്കോ ജനിക്കുന്നത്. കോൾഡ് വാറിന്റെ സമയത്ത് സോവിയറ്റ് ആർമിയുടെ പസഫിക് ഫ്ലീറ്റ് നേവിയിലെ ഒരു അംഗമായിരുന്ന അനാറ്റോളി ഷെവ്ചെങ്കോ ആണ് വാലന്റിനയുടെ അച്ഛൻ. വാലന്റിനയുടെ അമ്മയാകട്ടെ നാഷണൽ മൊയ്തായ് അസോസിയേഷന്റെ പ്രസിഡന്റും ഒരു മൊയ്തായ് ചാമ്പ്യനുമായിരുന്ന എലേന ഷെവ്ചെങ്കോ ആണ്. അമ്മയുടെ നേട്ടങ്ങൾ കണ്ടും തന്റെ ചേച്ചി ആന്റോണീനയിൽ പ്രചോദനം കൊണ്ടും 5-ാം വയസ്സിലാണ് വാലന്റീന കോംബാറ്റ് സ്പോർട്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. തായ്ക്കൊണ്ടോയിലാണ് ഷെവ്ചെങ്കോ തുടക്കം കുറിക്കുന്നത്. അത് കഴിഞ്ഞ് നീണ്ട 7 വർഷങ്ങൾക്ക് ശേഷമാണ് കിക്ക് ബോക്സിംഗിലും മുയത്തായും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ സമയത്ത് തന്നെയാണ് ഷെവ്ചെങ്കോ തന്റെ 22 വയസ്സുള്ള ഒപ്പോണന്റിനെ നോക്കൌട്ട് ചെയ്യുന്നത്. കിക്ക് ബോക്സിംഗിൽ വിജയങ്ങൾ കരസ്ഥമാക്കിയ ഷെവ്ചെങ്കോ പിന്നീട് തന്റെ ചേച്ചിയുടെയും കോച്ചിന്റെയും കൂടെ പെറുവിലേക്ക് ചേക്കേറുകയായിരുന്നു. 2003-നും 2015-നും ഇടയിൽ മുയത്തായിലും കിക്ക് ബോക്സിംഗിലും 90-ലധികം വിജയങ്ങളാണ് ഷെവ്ചെങ്കോ കരസ്ഥമാക്കിയത്. തന്റെ മുയത്തായ് കരിയറിന്റെ തുടക്കത്തിൽ 33 തുടർച്ചയായ വിജയങ്ങളായിരുന്നു ഷെവ്ചെങ്കോയ്ക്ക് ഉണ്ടായിരുന്നത്. പിന്നീട് MMA-ലേക്ക് മാറുമ്പോൾ 55-1 എന്ന മുയത്തായ് റെക്കോർഡായിരുന്നു ഷെവ്ചെങ്കോയ്ക്ക് ഉണ്ടായിരുന്നത്. ഈ സമയത്ത് പല വേൾഡ് ചാമ്പ്യൻഷിപ്പ് മെഡലുകളും ഷെവ്ചെങ്കോ നേടിയിരുന്നു. ഈ മുയത്തായ് ഫൈറ്റ്സിന്റെ ഇടയിൽ തന്റെ 15-ാമത്തെ വയസ്സിലാണ് ഷെവ്ചെങ്കോ ആദ്യമായി MMA ഫൈറ്റ് ചെയ്യുന്നത്. ആദ്യത്തെ ഫൈറ്റ് ഒരു TKO വഴി ഷെവ്ചെങ്കോ വിജയിക്കുകയായിരുന്നു. പിന്നീട് കിർഗിസ്ഥാൻ, റഷ്യ, കൊറിയ എന്നിവിടങ്ങളിലായി 6 വിജയങ്ങൾ ഷെവ്ചെങ്കോ നേടിയിരുന്നു. ഇതെല്ലാം ഫസ്റ്റ് റൗണ്ട് ഫിനിഷ് ആയിരുന്നു. ഇതിനുശേഷം 2006-ൽ MMA-ൽ നിന്ന് ബ്രേക്ക് എടുത്ത ഷെവ്ചെങ്കോ ഫിലിം ഡയറക്ഷനിൽ ഡിഗ്രിയും എടുത്തിരുന്നു. 4 വർഷങ്ങൾക്ക് ശേഷം 2010-ലാണ് പിന്നീട് ഷെവ്ചെങ്കോ MMA-ലേക്ക് തിരിച്ചു വരുന്നത്. പിന്നീട് 5 വർഷം റീജിയണൽ പ്രൊമോഷനിൽ ഫൈറ്റ് ചെയ്ത ഷെവ്ചെങ്കോ 11-1 എന്ന റെക്കോർഡ് പടുത്തുയർത്തി. ഇങ്ങനെ നിൽക്കുമ്പോഴാണ് 2015-ൽ ഒരു ഷോർട്ട് നോട്ടീസ് ഫൈറ്റ് ഷെവ്ചെങ്കോയെ തേടിയെത്തുന്നത്. സാറ കോഫ്മാനെതിരെ UFC-ൽ ഫൈറ്റ് ചെയ്യാനുള്ള ഒരു അവസരമായിരുന്നു അത്.